ഹലോ, ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദാ ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷനാണ് ഫസ്റ്റ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. ഇത് പിടിച്ചാൽ നിൽക്കില്ലാത്തൊരു തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ലൈനിങ് പാർട്ടുമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ദാ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ ദാ ഈ സൈഡ് പോർഷനും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാ അപ്പോൾ എല്ലാം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ഇതാ ഇതുപോലെ കിട്ടും. ഇതാ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതിന് ശേഷം ഇനി അതിൻ്റെ മറ്റേ പാർട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി സ്റ്റിച്ച് ചെയ്ത പോർഷൻസ് ഒന്ന് പതിച്ചടിക്കണേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിൽ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പോർഷൻസ് ഇതിനകത്ത് നിന്ന് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളാണെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് നെക്കൊന്ന് മറിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവിനകത്ത് ഞാനാണെങ്കിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവ് ഈ കാണുന്ന പോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണേ. ഇനി ഇതാ ഈ കാണുന്ന പോലെ ഇതൊന്ന് കൂട്ടിയടിക്കണം. അങ്ങനെ ഇതാ യോക്ക് പോർഷൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് താഴത്തെ പോർഷനാട്ടോ. അപ്പോൾ ആദ്യം ഇതാ ഈ കാണുന്ന പോലെ ഇതാ ഇതൊന്ന് കൂട്ടിയടിക്കണേ. അത് തയ്ച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളിതൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൽ വരുന്ന ആ നെറ്റ് പോർഷനാണ് കേട്ടോ. അത് ഈ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും ഈ കാണുന്ന പോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കണേ. ഇനി ഇതാ താഴത്തെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ യോക്ക് പോർഷനും താഴത്തെ ആ പോർഷനും കൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതുകൂടി ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. പതിച്ചടിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രസ്സാണെങ്കിൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാതെ നല്ല ഷേപ്പിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ അടി ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടെ മടക്കി ഒന്നുകൂടെ ഒരടിയും കൂടെ അടിക്കണേ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഡ്രസ്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.